ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളി ടേസ്റ്റിയായിട്ട് റവ ഉപ്മാവാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇത് കുഴഞ്ഞൊന്നും പോവാതെ തന്നെ നമുക്ക് നല്ലതുപോലെ അടിപൊളിയായിട്ട് എടുക്കാം. കട്ട കെട്ടാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാനൊന്നും മറക്കല്ലേ. സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതാണ്ട് ഒരു കടായി ഞാൻ വെച്ച് കൊടുത്തു. കടായി ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. പിന്നെ നമ്മളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള അരിഞ്ഞതും പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസ് ആട്ടോ അതുണ്ട്, അതുപോലെ ഒരു ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ കരിയാപ്പില, പിന്നെ ഇഞ്ചി അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക് അരിഞ്ഞതും അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇഞ്ചിയും കരിയാപ്പിലയും കൂടെ ചേർത്ത് പച്ചമുളകും കൂടെ ചേർത്തൊന്ന് മുപ്പിച്ച് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്ന ശേഷം നമുക്കതിലേക്ക് ഗ്രീൻ പീസും ക്യാരറ്റും സവാള എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഈ ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കൂടെ ഈ ക്യാരറ്റ് വേകുന്ന നേരം കൊണ്ട് അതും വെന്ത് കിട്ടും. കുതിർത്തൊന്നും എടുക്കണ്ട. നമ്മൾ ആ ഫ്രീസറിൽ നിന്ന് എടുത്ത് 1-2 പ്രാവശ്യം ഒന്ന് കഴുകി എടുക്കുമ്പോൾ തന്നെ അത് റെഡി ആയിട്ട് വരും. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ വെന്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിട്ടിങ്ങനെ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, ഇത് മാത്രം ചേർത്താണ് ഉപ്മാവ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ദാണ്ട് 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്മാവിന് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് ഇളക്കിയെടുത്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റും ഗ്രീൻ പീസും ഒരേ സമയം തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. നമുക്കിതിലേക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇതാണ്ട് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എടുത്തേക്കുന്നത് 500 ഗ്രാം റവയാണ്. അപ്പോൾ അതിന് 1 ലിറ്റർ വെള്ളം. ആ വെള്ളം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോകത്തില്ല കേട്ടോ. അപ്പോൾ അതാണ്ട് ഇത് വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്താണ്ട് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം പകുതി ഇട്ട് കൊടുത്ത ശേഷം ബാക്കിയും കൂടെ പിന്നെ ഇളക്കിയിട്ട് ബാക്കി പകുതിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇപ്പം നമുക്ക് കാണുമ്പോൾ തോന്നും വെള്ളം കൂടിപ്പോയെന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ലൂസായിട്ട് തന്നെ ഇരിക്കും. നല്ലതുപോലെ എല്ലായിടവും വെള്ളമയം ചെല്ലുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അടച്ചു വെച്ച് 1-2 പ്രാവശ്യവും തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് റവ ഉപ്മാവ്. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കട്ട കെട്ടാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റ് വരും കേട്ടോ. വെള്ളം ഒരുപാട് കൂടി പോകുമ്പോഴായിരിക്കും നമുക്കിതങ്ങ് കുഴഞ്ഞു പോകുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്ന് ഇളക്കുന്നുണ്ട്. പിന്നെ ചൂടോടെ കൂടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് കുഴഞ്ഞിരിക്കുക എന്ന് തോന്നുകയും ചെയ്യും. പക്ഷേ ഇത് നല്ലതുപോലെ വേവുകയും ചെയ്യും, പക്ഷേ കുഴഞ്ഞിരിക്കത്തുമില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ ഞാൻ തുറന്നത് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരുപാട് സമയമൊന്നും വേണ്ട റവ ഉപ്മാവ് വേകാൻ വേണ്ടിയേ. ഇതിപ്പോൾ ഇതാണ്ട് ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, നല്ല പൊടിയായിട്ട് തന്നെ വന്നത് കണ്ടോ. കട്ട കെട്ടാതെ തന്നെ തണ്ട വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇതുപോലെ ചെയ്ത് നോക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയും വേണം കേട്ടോ. അപ്പം അടിപൊളി ടേസ്റ്റ് ചെയ്യാൻ റവ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.